ഒരു ചെറിയ ബാത്റൂം നമ്മുടെ കോമൺ ഏരിയയിലൊക്കെ വരുന്ന ബാത്റൂം എങ്ങനെ ചെറിയ ഏരിയ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ക്ലോസറ്റ്, വാഷ് ബേസിൻ, കുളിക്കുന്ന ഏരിയ ഇതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആകെ കൂടി വരുന്നതിന് 1.5 മീറ്റർ വീതിയും 1.5 മീറ്റർ നീളവും മാത്രം വരുന്ന, അത് 150 മാക്സിമം വരുന്നത്, അതായത് അത്രയും വരുന്ന ചെറിയൊരു ബാത്റൂമാണ്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് കൊള്ളിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ആദ്യമേ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ തന്നെ നമുക്ക് അതിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ ഒരു 60 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡോറ് തുറക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കൊടുത്തിരിക്കുന്നത്. അത് വാഷ് ബേസിൻ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ജാഗോൻ്റെ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് മോഡൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത്, അതായത് നമ്മൾ 60 സെൻറ്റിമീറ്റർ വാഷ് ബേസിന് കൊടുത്തു, 60 സെൻറ്റിമീറ്റർ ടേബിൾ ടോപ്പിന് വേണ്ടിയിട്ടാണ് മാക്സിമം കൊടുത്തിരിക്കുന്നത്. അത് ഡ്രിൽ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അടി വശം കംപ്ലീറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന രീതിയിൽ തന്നെ, അതായത് വെള്ളം കാര്യങ്ങൾ ടച്ച് ചെയ്യാത്ത രീതിയിൽ തന്നെ മൾട്ടിവുഡിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം എന്തെങ്കിലും തെറിച്ചാൽ പോലും മൾട്ടിവുഡ് ആയതുകൊണ്ടൊന്നും സംഭവിക്കാത്ത രീതിയിൽ, അതായത് ചതലെടുക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുത്തി പോവുകയോ എന്തെങ്കിലും ചെയ്യാത്ത രീതിയിലാണ് മൾട്ടിവുഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ചെറിയൊരു ഡ്രോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു മിററും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺസീൽഡ് ഫ്ലഷ്, അതായത് ബാക്കി വരുന്ന നമ്മൾ കൊടുത്തിരിക്കുന്ന ഏരിയയിൽ, അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ 90 സെൻറ്റിമീറ്റർ. അപ്പോൾ 150 സെൻറ്റിമീറ്ററിൽ 60 സെൻറ്റിമീറ്റർ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ പോയി, ബാക്കി വരുന്ന 90 സെൻറ്റിമീറ്റർ നമുക്ക് ഇപ്പുറത്തെ ഏരിയ, അതായത് നമ്മുടെ വാഷ് ബേസിൻ കഴിഞ്ഞതിന് ശേഷം ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്ത്, അത് കൺസീൽഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് ആണെങ്കിലും നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം വീടിൻ്റെ ബെൽറ്റ് കാര്യങ്ങൾ കളയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, കമ്പി കാര്യങ്ങൾ കട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 3 ഇഞ്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ കൺസീൽഡ് ഫ്ലഷ് കൊടുത്തു. അതിനുശേഷം അതിനുള്ള ക്ലോസറ്റ് കാര്യങ്ങൾ കൊടുത്തു. പിന്നെ നമ്മൾ വരുന്നത് വെച്ചാൽ കുളിക്കുന്ന ഏരിയയാണ്. കുളിക്കുന്ന ഏരിയ മാത്രമാണ് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ കോമൺ ആയതുകൊണ്ട് നമ്മൾ ഒരൊറ്റ ടാപ്പ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് നേരെ ക്ലോസറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒറ്റ ടാപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. അത് കോമൺ വാഷ് ബേസിന് കോമൺ ബാത്റൂം ആയതുകൊണ്ട് ഇപ്പോൾ കണ്ടോ നമ്മൾ നേരെ വരുന്ന കോമൺ ബാത്റൂമാണ് വരുന്നത്. കോമൺ ബാത്റൂമും അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് ചെറിയ സ്പേസ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ടാപ്പ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ഡോറ് കാര്യങ്ങൾ ക്ലോസ് ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഡോർ അടച്ച് കഴിഞ്ഞ് ഇഷ്ടംപോലെ സ്പേസ് ആയി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടാപ്പ് മാത്രമല്ലാതെ ഷവറും കൂടി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഷവറിൻ്റെ ഓപ്ഷൻ കൂടി കൊടുത്താൽ നമുക്ക് ലാവിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയ ബാത്റൂം ആണെങ്കിൽ കൂടി നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളോട് കൂടി പോഷ് ലെവലിൽ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇപ്പോൾ ആദ്യം തന്നെ വാഷ് ബേസും കൊടുത്തു, പിന്നെ അടുത്ത ഏരിയയിൽ നമ്മൾ ക്ലോസറ്റ് കൊടുത്തു, പിന്നെ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് കുളിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റ ടാപ്പാണ് ഇവിടെ കൊടുത്തത്. നമുക്കൊരു ഷവറും കൂടി കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. ഷവർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നീറ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുള്ള പുതിയ വീഡിയോസും അതുപോലെ തന്നെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ ലഭിക്കും. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great, I like you.